ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്നുള്ള സമ്മർദ്ദത്തിൽപ്പെട്ട് ആത്മീയജീവിതം നയിക്കുന്നവരാണോ ഞാനും നിങ്ങളും? ദൈവത്തിൻ്റെ ആത്മാവിന് ഉയരത്തിൽ നിന്നുള്ള സന്ദേശത്തെ പകർന്ന് ആ പ്രതിസന്ധിക്കകത്ത് നിന്നെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്, പദ്ധതിയുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കാം. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. ഒരു ദിവസം കൂടെ കർത്താവ് ഇന്ന് നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുക ഈ വീഡിയോ സന്ദേശങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും അനുഗ്രഹമാകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ്. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഡൊമീഷ്യൻ എന്ന് പറയുന്ന ചക്രവർത്തി, യോഹന്നാൻ എന്ന് പറയുന്ന അപ്പോസ്തലന് സുവിശേഷ നിമിത്തം, ദൈവവചന നിമിത്തം, സാക്ഷ്യ നിമിത്തം പത്മോസ് എന്ന് പറയുന്ന ദ്വീപിനകത്തേക്ക് നാട് കടത്തപ്പെടുന്നൊരനുഭവം. 4 സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ദ്വീപിനകത്ത് വിശന്ന് മരിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഈ ദൈവമനുഷ്യനെ, ഈ പ്രാർത്ഥനാ മനുഷ്യനെ, ഈ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനെ ഡൊമീഷ്യൻ ചക്രവർത്തി ഈ ദ്വീപിനകത്തേക്ക് വിട്ടതാണ്. ചുറ്റും അസ്ഥിക്കൂട്ടങ്ങൾ, തലയോട്ടികൾ, നെഗറ്റീവ് സാഹചര്യങ്ങൾ ഉരുത്തിരിയുന്ന സന്ദർഭം മാത്രമാണ് യോഹന്നാൻ്റെ മുമ്പിലുള്ളത്. എന്നാൽ വീണ്ടും ജനിച്ച മനുഷ്യന്, വീണ്ടും ജനനത്തിലൂടെ പോയൊരു മനുഷ്യന് പുറമെയുള്ള സാഹചര്യങ്ങൾ അവരെ സമ്മർദ്ദത്തിലാഴ്ത്തത്തില്ല. അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് നെഗറ്റീവ് സാഹചര്യങ്ങളും അവർ ദൈവത്തെ അനുഭവിക്കുവാനും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനും ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടാനുമായിട്ടുള്ള അവസരങ്ങളായിട്ട് അവർ ഉപയോഗിക്കും. ആമേൻ. യോഹന്നാൻ്റെ ജീവിതത്തിലും ഒരു കർത്തൃദിവസം കടന്നു വരാനിടയായിത്തീർന്നു. ജീസസ് പുറത്തുനിന്നുള്ള സമ്മർദ്ദം അവൻ്റെ ആരാധനയെ മങ്ങീഭവിപ്പിച്ചില്ല. പുറത്തുനിന്നുള്ള സമ്മർദ്ദം അവൻ്റെ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിൽ അവൻ യാത്ര ചെയ്യുന്നതിനെയും തടസ്സപ്പെടുത്തിയില്ല. പിന്നെയോ അവൻ്റെ ലൈഫിനെ ഏറ്റവും കരുത്തുള്ളതാക്കി മാറ്റി. ഇവിടെ കയറി വരിക എന്നുള്ളൊരു ദൈവശബ്ദത്തിലേക്കാണ് യോഹന്നാൻ എടുത്തെറിയപ്പെടുന്നത്. അതിന് മുഖാന്തരമാകുന്നതാകട്ടെ അവൻ അന്നുവരെ കണ്ടിട്ടില്ലാത്ത, പരിചയിച്ചിട്ടില്ലാത്തൊരു ക്രിസ്തു ദർശനം. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, വെള്ളോടിന് സദൃശ്യമായ കാലുള്ളവൻ. ക്രിസ്തു ദർശനം അവനുണ്ടായപ്പോൾ പരിസരം മറന്നവൻ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായി. അവൻ്റെ ആ മൃതപ്രായമായ പ്രായാധിക്യത്തിലുള്ള ശരീരത്തിലേക്ക് പ്രായത്തെ വെല്ലുന്ന ആത്മശക്തി കടന്നു വരികയും കുതിച്ചെഴുന്നേറ്റ് ആത്മാവി സഞ്ചരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയ ദൈവവൈതലേ, പ്രായം കഴിഞ്ഞെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പ്രായം കടന്നും തോന്നുന്നുണ്ടോ? വാക്തത്വപരമായ നന്മകളെല്ലാം കുട്ടി അടച്ചും തോന്നുന്നുണ്ടോ? ഒരാത്മവിശ്വാസം സംഭവിച്ചാൽ മതി, ഒരു ക്രിസ്തു ദർശനമുണ്ടായാൽ മതി, ലൈഫ് തിരിയും, വാക്തത്വങ്ങൾ തിരിഞ്ഞു വരും. എല്ലാം അനുകൂലമായിട്ട് വരും. അതിനായിട്ട് ഈ ദിവസം ഏൽപ്പിച്ചു കൊടുക്കുക, വിധേയപ്പെടുക. ആ സമ്മർദ്ദത്തിനകത്തുനിന്ന് യോഹന്നാൻ പുറത്തു വരാൻ മുഖാന്തരമായി തീർന്നത് അവന് കിട്ടിയ വെളിപ്പാടാണെങ്കിൽ ഈ സന്ദേശം എന്നോടും നിങ്ങളോടുമുള്ളൊരു താക്കീതാണ്, എനിക്കും നിങ്ങൾക്കുമുള്ളൊരു മുന്നറിയിപ്പാണ്. നമ്മുടെ ലൈഫിലും ഇതിനെക്കാട്ടി വലിയ പ്രതിസന്ധികൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. പക്ഷേ യോഹന്നാൻ ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ, ആത്മവിശുദ്ധയ്ക്കായിട്ട് അവനെ തന്നെ വിധേയപ്പെടുത്തി കൊടുത്തതുപോലെ ഞാനും നിങ്ങളും വിധേയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഒരു സാക്ഷ്യമായി, ഒരു പുസ്തകമായി നമ്മുടെ ജീവിതം മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിനായിട്ട് ദൈവവരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം, കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, വളരെ വ്യക്തമായിട്ട് ഹൃദ്യമായിട്ടും ഞങ്ങളോട് അറിയിച്ച ദൈവവചന സന്ദേശം ആത്മാവിൽ ഞങ്ങൾ ഏറ്റെടുക്കും. ജീവിതത്തിൽ ഇന്നുവരെ കാണാത്ത ചില ദൈവപ്രവൃത്തികൾ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നതിനായി സ്തോത്രം പറയുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് മുദ്രയിടും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.